വിവാഹ ഡോക്യുമെന്ററി വിവാദത്തിൽ നടൻ ധനുഷ് നൽകിയ കേസിൽ നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും നോട്ടീസ് അയച്ച മദ്രാസ് ഹൈക്കോടതി. ഡോക്യുമെന്ററിയിൽ അനുമതിയില്ലാതെ താൻ നിർമ്മിച്ച സിനിമയുടെ ലൊക്കേഷൻ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ധനുഷ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നവംബർ 18 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയാണ് കേസിനും വിവാദങ്ങൾക്കും ആധാരം. ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെയായിരുന്നു സിവിൽ കേസുമായി ധനുഷ് നയൻതാരയ്ക്കെതിരെ കോടതി കയറിയത്. ഡോക്യുമെന്ററിയിൽ അനുമതിയില്ലാതെ താൻ നിർമ്മിച്ച ഞാനും റൌഡിതാൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്നായിരുന്നു ധനുഷ് ചൂണ്ടിക്കാട്ടിയ അന്യായം. നഷ്ടപരിഹാരമായി നയൻതാരയും ഭർത്താവ് വിഘ്നേഷും 10 കോടി രൂപ നൽകണമെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി മുൻപാകെ ഫയൽ ചെയ്ത ഹർജിയിൽ ധനുഷ് ആവശ്യപ്പെട്ടത്. ധനുഷിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എതിർകക്ഷികളായ നയൻതാരയ്ക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനും നോട്ടീസ് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ധനുഷിനോട് മുൻകൂർ അനുമതി ചോദിച്ചിരുന്നെങ്കിലും ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങും വരെ ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നാണ് നയൻതാരയുടെ വാദം. ഡോക്യുമെന്ററിയിൽ 3 സെക്കൻഡോളം മാത്രം ഉപയോഗിച്ച ദൃശ്യങ്ങൾക്ക് 10 കോടി രൂപ വിലയിട്ട ധനുഷിന്റെ നടപടി ആക്ഷേപത്തിനിടയാക്കിയിരുന്നു. എന്നാൽ ഹർജി പിൻവലിക്കാനോ കേസിൽ നിന്ന് പിന്മാറാനോ ധനുഷ് തയ്യാറായിരുന്നില്ല. ഭർത്താവ് വിഘ്നേഷിനെ ആദ്യമായി നയൻ കണ്ടുമുട്ടിയതും ഇരുവരും പ്രണയബദ്ധരായതും ഞാനും റൌഡിതാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു. ധനുഷുമായുള്ള പകർപ്പവകാശ തർക്കത്തിൽ നയൻതാരയെ പിന്തുണച്ച് ധനുഷിന്റെ മുൻ നായികമാർ രംഗത്തു വന്നിരുന്നു. റിപ്പോർട്ടർ, ചെന്നൈ.